രണ്ടാഴ്ച മുൻപുണ്ടായ കനത്ത മഴയിലും കാറ്റിലും സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട 2 കുടുംബങ്ങളുണ്ട്. തിരുവനന്തപുരം പിരപ്പൻകോട് കൈതറ വയലിൽ അശോകനും സജിയും ചേർന്ന് പാട്ടത്തിനെടുത്ത ഭൂമിയിൽ കൃഷി ചെയ്ത 700-ലധികം കുലച്ച വാഴകളാണ് മഴയിലും കാറ്റിലും ഒടിഞ്ഞു വീണത്. മുൻപും സമാന സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുവരെയും യാതൊരു സാമ്പത്തിക സഹായവും ഇവർക്ക് ലഭിച്ചിട്ടില്ല. സത്യത്തിൽ നമ്മളിങ്ങനെ ചിരിക്കണമെങ്കിലും മനസ്സിനുള്ളിൽ വിഷമമുണ്ട്. നമ്മളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഭാര്യയുടെ മാല വരെ പണയം വെച്ചാണ് നമ്മൾ തുടങ്ങിയത്. വെളിയിറങ്ങാൻ ഭയങ്കര കടക്കാർ വിളി നശിക്കുമ്പം അവരെല്ലാം ഒത്തു വിളിക്കുമല്ലേ. ഞങ്ങൾ വിളവെടുക്കാറായ കൊലയണി കിടക്കുന്നത് ഏകദേശം ഒരു 40 ദിവസം ആയി കുടം വീണിട്ട്. ഇത് ഇനി ഒരു 30 ദിവസം കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏകദേശം ഒരു 400 രൂപ 500 രൂപ കിട്ടത്തക്ക കൊലയണി പോയത്. നല്ല വില കിട്ടുന്ന സമയത്ത് മുറിക്കാനുള്ളതാണ് ഈ പോയത് മൊത്തവും. ഇവിടെ ഇപ്പം ഈ കൊലയെല്ലാം കൂടെ ഏകദേശം ഞങ്ങൾക്കൊരു 700-800 വാഴയോളം പോയിട്ടുണ്ട്. അതിൽ നമുക്കൊരു 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നഷ്ടം വന്നിട്ടുണ്ട്. നമ്മൾ രണ്ടും കൂടെ 10,500 വാഴ വരെ കൃഷി ചെയ്യും. നല്ല വിലയുള്ള സമയം കൂടെയാണ്. നമ്മളെല്ലാ കടങ്ങളെ തീർക്കാനുള്ള പ്രതീക്ഷിക്കുമ്പോഴാണ് ഇതൊരു വന്നത്. കുറേ ബാധ്യതകൾ, കടബാധ്യതകൾ തോനെയുണ്ട്. കഴിഞ്ഞ വർഷം ഏകദേശം ഒരു 2 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് ബാധ്യത ഉണ്ട്. പിന്നെ ഇപ്പോഴത്തത് ഒരു 2-2.5 ലക്ഷം രൂപ ഇപ്പോഴത്തെ ബാധ്യത ഉണ്ട്. എല്ലാം കൂടെ ഒരു 4-5 ലക്ഷം രൂപ ഞങ്ങൾ രണ്ടുപേരും കടക്കാറാണ്. ഇപ്പോഴും പന്നി ശല്യമുണ്ട്, മോഷണമുണ്ട്. അതിന് അവിടെ ഒരു ഷെഡ് കെട്ടിയിട്ട് ഞങ്ങൾ അവിടെ ഒരാൾ കാവലിരിക്കും, അവിടെ ഒരു ഷെഡ് കെട്ടി അവിടെ ഒരാളിരിക്കും. അങ്ങനെ ഇരുന്നാണ് ഈ 2 ഏക്കർ പുരയിടത്ത് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. ഞാനോട് പോലീസിൽ വരെ ഈ മോഷണത്തെ പറ്റി പരാതി കൊടുത്തിട്ട് ഒരു അന്വേഷണം വരികയോ ഇതുവരെ അവരൊന്നും തിരക്കുക പോലും ചെയ്തിട്ടില്ല. ഒടുങ്ങി കിടന്നിട്ട് പോലും വെട്ടിക്കൊണ്ടുപോയി. നല്ല പോലെ വെട്ടിക്കൊണ്ടുപോയി. പക്ഷേ ഒന്നാമത് ഈ ഞാൻ മുഖ്യമന്ത്രിക്ക് വരെ പരാതി കൊടുത്തതാണ്. ഞാൻ അന്വേഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി അത് എൻ്റെ കിടപ്പുണ്ട്. പിന്നെ കളവെന്നെ ആറ്റങ്ങി വിളിച്ച് അതിനും ഒരു പ്രയോജനം ഉണ്ടായില്ല. അവരിങ്ങനെ രാത്രി ലൈറ്റ് വരും, കറങ്ങിയിട്ട് പോകും. മാണിക്യ പഞ്ചായത്തിൽ പന്നിയെ പറയും, പിടിച്ചു വെച്ചിട്ട് വിളിക്കാൻ പറയും, ഇവിടെ വയ്ക്കാൻ പറയും, പിടിച്ചു വെച്ച് വിളിക്കാൻ പറയും അവർ. അങ്ങനെയാണ് മാണിക്യ പഞ്ചായത്തിൻ്റെ അവസ്ഥ. ഒരു വാഴ കൊല മുറിച്ച് വരുമ്പോൾ ഏകദേശം 300 രൂപയ്ക്ക് മുകളിൽ ചിലവ് വരും. ഒരു കന്നിന് 15 രൂപ ഞങ്ങൾ വാങ്ങിച്ച് നടുമ്പോൾ, പിന്നെ അതിൻ്റെ വളം, ജോലിക്കൂലി, മരുന്ന് എല്ലാം കൂടെ ആയി വരുമ്പോൾ ഞങ്ങൾക്ക് ഏകദേശം 300 രൂപ ഒരു വാഴ ചിലവ്. നമുക്കൊരു നേട്ടം സർക്കാരിൽ നിന്നുമില്ല, ഒരു അനുകൂലം ഒന്നും കിട്ടിയിട്ടില്ല, ഒന്നുമില്ല. എങ്കിലും നമ്മളിങ്ങനെ ചെയ്യും. ഇതൊരു പാട്ടമാണ്. ഇതൊരു 4 വർഷത്തിൽ കൂടുതലായി നമ്മൾ ചെയ്തു തുടങ്ങി. പക്ഷേ കഴിഞ്ഞ വർഷം കുറേ പ്രകൃതിയിൽ പോയി. പക്ഷേ ഇത്രയും സംഭവിച്ചില്ല. നമ്മൾ പിടിച്ചിരിക്കാണെങ്കിലും ഒരു ഇതുണ്ടാണ്. രാവന്തിയോളം ഈ പറമ്പിൽ പണിയെടുക്കും. രാത്രികാലമായാൽ കാട്ടുപന്നിയും കള്ളനും വാഴക്കുലകൾ കൊണ്ടുപോകാതെ കാവലിരിക്കും. അങ്ങനെ കാത്ത് സംരക്ഷിച്ചവയാണ് ഒറ്റ രാത്രി പെയ്ത മഴയിൽ പൂർണ്ണമായി നശിച്ചത്. ഇവർക്കുള്ള നഷ്ടപരിഹാരം ലഭിക്കേണ്ടത് അനിവാര്യമാണ്. അനൂപ് മാർനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.